എൻഡ് ഓഫ് ദ പേജിലേക്ക് സ്വാഗതം. ഞാനിന്ന് ബാബു അബ്രഹാമിൻ്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ബുക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മാതൃഭൂമിയാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 300 രൂപയാണ് വില. ബെസ്റ്റ് സെല്ലറൊക്കെയാണ്. 44ാമത്തെ പതിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഒരു ആത്മകഥയാണ്. സാധാരണഗതിയിൽ ആത്മകഥ വളരെ പ്രസിദ്ധരായ ആളുകളുടെ ആത്മകഥയാണ് നമ്മൾ വായിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ ആത്മകഥ ഇറങ്ങിയതിന് ശേഷമായിരിക്കണം ബാബു അബ്രഹാം എന്ന് പറയുന്ന ആള് മലയാളികൾക്കിടയിൽ പ്രസിദ്ധനായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പുസ്തകം അത്രയേറെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ഏറ്റവും താഴേത്തട്ടിൽ നിന്ന്, അതായത് ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് ഫ്രാൻസിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വരെ ആകുന്ന ജീവിതയാത്രയിൽ അതിലൊരിക്കലും സുഖമുള്ള ഒരു പാതയും പാതയിലൂടെയും അദ്ദേഹം നടന്നിട്ടില്ല. മറിച്ച് അത്രയേറെ ദുഷ്കരമായ പാതകൾ താണ്ടിയിട്ട് ജീവിതത്തിന്റെ വലിയ ഉയരത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു മനുഷ്യന്റെ ആത്മകഥയാണ് ഇത്. 1950കളിലൊക്കെ ഇടുക്കിയിലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് വൈകുന്നേരം കള്ളുഷാപ്പ് പോയിരുന്നിട്ട് കള്ളടിച്ചിരിക്കുമ്പോൾ എൻ്റെ മകളെ നിന്റെ മകനെ കൊണ്ട് കെട്ടിക്കുക എന്ന് പറയുന്ന ഒരു മിനിമം ഉടമ്പടിയുടെ പേരിൽ കല്യാണം കഴിപ്പിച്ചതാണ് ബാബു അബ്രഹാമിന്റെ അമ്മയെയും അച്ഛനെയും. അബ്രഹാം എന്ന് പറയുന്ന അച്ഛനെയും നന്ദിക്കുന്നേൽ മേരി എന്ന് പറയുന്ന അമ്മയെയും. ഈ പുസ്തകം വായിച്ച് തീർത്തപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ബാബുവിന്റെ ആത്മകഥയല്ല, നന്ദിക്കുന്നേൽ മേരി എന്ന് പറയുന്ന കരുത്തുറ്റ ഒരു സ്ത്രീയുടെ ജീവിത കഥയാണ്, ജീവിത പോരാട്ടത്തിന്റെ കഥയാണ് ഈ ബുക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ജീവിതത്തിൽ അത്രയേറെ ദാരിദ്ര്യത്തിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ, സമൂഹം അടിച്ചേൽപ്പിക്കുന്ന അവഹേളനത്തിന്റെയൊക്കെ അതിനൊക്കെ എതിരെ പോരാടി തന്റെ 4 മക്കളെയും സ്വജീവനെയും മരണത്തിന് വിട്ടുകൊടുക്കാതെ മക്കളെയൊക്കെ വലിയ നിലയിലേക്ക് എത്തിച്ച ഒരമ്മയുടെ കടുത്ത പോരാട്ടത്തിന്റെ ഒരു കഥയായിട്ടാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ് അക്കാലത്ത് 50കളിലോ അല്ലെങ്കിൽ 60കളിലോ ഒക്കെ വരുന്ന ഏതൊരാണിനെയും പോലെ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം കിട്ടുന്ന കാശിന് ഷാപ്പ് പോയി കള്ള് കുടിച്ച് വീട്ടിലേക്ക് ആടി കയറി വന്ന് ഭാര്യയെയും മക്കളെ ഉപദ്രവിക്കുക, അവിടെയുള്ള സാധന സാമഗ്രികളൊക്കെ നശിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളുമായിട്ട് പോകുന്ന ഒരു അച്ഛന് മക്കളോടോ ഭാര്യയോടോ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്ടമുള്ളതായിട്ട് ബാബുവിന് തോന്നിയിട്ടില്ല. എന്നാൽ കൂട്ടത്തില് ഒരു പെങ്ങളോട്, ലാലി എന്നു പേരുള്ള ഒരു പെങ്ങളോട് ഒരല്പം ഇഷ്ടക്കൂടുതലുണ്ട് താനും. ഒരു ജപ്തി ഉണ്ടായിരുന്നു അവരുടെ വീടിന്. അത് ഒരു ലോണ്, അതിന് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ആളുകൾ വരുന്ന ഒരു സമയത്ത് അയാളെ കൊണ്ട് ഇനി ഇത് കൂട്ടിയാ കൂടുതലെന്ന് പറഞ്ഞ് ലാലി എന്ന് പറയുന്ന മകളെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, അച്ഛൻ മലബാറിലേക്ക് ജോലിക്ക് പോവുകയാണ്, അല്ലാതെ നമുക്ക് ഈ ലോണ് വീട്ടാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് ഒരു പത്രക്കടലാസിൽ ഒരു ജോഡി മുണ്ടും ഷർട്ടും പൊതിഞ്ഞ് പുറപ്പെട്ടു പോയ അച്ഛൻ പിന്നെ തിരിച്ചു വന്നില്ല. മേരി വലിയ കഷ്ടപ്പാടോട് കൂടിയാണ് പിന്നെ മക്കളെ വളർത്തുന്നത്. അവിടെ ഇവിടെയും ജോലിക്ക് പോയിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് മേരി ഈ കുട്ടികളെ വളർത്തുകയാണ്. പക്ഷെ മേരി ഈ കുട്ടികളെ വളർത്തി തുടങ്ങുമ്പോൾ അബ്രഹാമിന്റെ കുടുംബത്തിന് വല്ലാത്ത കളി. അവര് ആ ഏരിയയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട്ടുകാരാണ്. എന്നാൽ ഈ കുട്ടികൾക്ക് സ്വന്തം അനിയന്റെ മക്കൾക്കൊന്നും കൊടുക്കാൻ അവർ തയ്യാറുമല്ല. അങ്ങനെ അവര് ഈ അപമാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ട് വികാരി അച്ഛനെ കണ്ടിട്ട് മേരിയുടെ കുടുംബത്തെയും കൂട്ടിയിട്ട് ഒരു സന്ധി സംഭാഷണം ആരംഭിക്കുകയാണ്. മേരി ഈ മക്കളെ അച്ഛന്റെ കുടുംബത്തെ ഏൽപ്പിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഇങ്ങനെ ഒരു സ്ത്രീ ഇതിൽ ജോലിക്ക് പോയി കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ആ കുടുംബത്തിന് വലിയ രീതിയിലുള്ള കുറച്ചിലാണ് എന്ന് പറഞ്ഞാണ്. ആ നേരത്ത് മേരി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, കർത്താവ് കൂട്ടിയോജിപ്പിച്ചൊന്നിനെ പിരിക്കാൻ നീ ആരടാ, നിനക്ക് ആരടാ പട്ടം തന്നത് എന്നുള്ളത്. അത് പറഞ്ഞപ്പോ ബാബുവിന്റെ അപ്പന്റെ ജ്യേഷ്ഠനായിട്ടുള്ള വല്യപ്പൻ മേരിയെ അടിക്കാനെന്ന വണ്ണം അടുത്തേക്ക് വന്നു. കൂടെ അയാളുടെ അനിയന്മാരും. മേരി കയ്യിൽ കരുതിയിട്ടുള്ള ഒരു കൊടുവാളെടുത്തിട്ട് പറഞ്ഞു, എന്റെ മക്കളെയും കാര്യങ്ങൾ നോക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, ഇനി ഇതിനകത്ത് ഇടപെടാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് മേരി അവിടുന്ന് പോരുന്നുണ്ട്. അതൊരു വല്ലാത്ത ഒരു സംഭവമാണ്. കാരണം കയറി ചെല്ലുന്നത് പള്ളിമേടയിൽ നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത്. കർത്താവിന്റെ പ്രതിപുരുഷനായിട്ടുള്ള അച്ഛൻ പറഞ്ഞ ഒരു കാര്യത്തെയാണ് ഇത്ര ധിക്കാരത്തോട്, ഇത്ര അഹങ്കാരത്തോട് കൂടിയിട്ട് തള്ളി പറയുന്നത്. വലിയ പ്രശ്നമാണ്. അതും ആ കാലത്ത്, ഇന്നത്തെ കാലമല്ല. ഇത് ഏറെക്കുറെ ഒരു 60 അല്ലെങ്കിൽ 65 ഒക്കെ ആവുന്ന സമയത്തായിരിക്കണം ഇതിൽ എഴുതിയിട്ടുള്ള കണക്ക് പ്രകാരം. ആ കാലത്തൊക്കെ അതേപോലെ ഒരു വികാരി അച്ഛനെയൊക്കെ എതിരെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. പക്ഷെ മേരി അവിടുന്ന് പോരുന്നു. പക്ഷെ വീണ്ടും ഈ വീടിന്റെ പേരിലുള്ള ലോണ് ആ ബാങ്ക് വന്നിട്ട് മേരിയെ വീണ്ടും ശല്യം ചെയ്യുന്നുണ്ട്. ഒരിക്കലും മേരി ഇത് കൂട്ടിയാൽ കൂടൂലാന്ന് തോന്നുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിലല്ല, ഒരു നട്ടപ്പാതിരക്ക് മേരി മക്കളെയും കൂട്ടിയിട്ട് രാത്രി ഒരു നടത്തത്തിന് പോകുന്നുണ്ട്. എങ്ങോട്ടാണെന്നറിയോ? ഡാമിൽ ചാടി ആത്മഹത്യ ചെയ്യാനാണ്. മരണത്തിലേക്കുള്ള യാത്ര മറ്റേതോ ഒരു യാത്രയും പോലെയുള്ള ഒരു പുറപ്പെട്ടു പോകലാണെന്ന് ബാബു അബ്രഹാമിന് തോന്നിച്ച
ഒരു യാത്രയാണ്. അതിനെക്കുറിച്ച് ബാബു അബ്രഹാം അങ്ങനെ പറയുന്നത്. എന്നിട്ട് അമ്മ മക്കളോട് പറയുന്നുണ്ട്, ചെറിയ മക്കൾക്ക് സത്യത്തിലൊന്നും അറിയില്ല, ആകെ അതിനെക്കുറിച്ച് ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് അറിയുന്നത് മൂത്ത മകളായിട്ടുള്ള ജെസ്സി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് മാത്രമാണ്. അവർ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മക്കളെ എടുത്ത് വെള്ളത്തിലിടാൻ കഴിയില്ല. അപ്പൊ ആദ്യം അമ്മ ചാടും, കൂടെ നിങ്ങൾ ഓരോരുത്തരായിട്ട് എൻ്റെ പുറകെ ചാടണം മരിക്കാൻ. അപ്പൊ ജെസ്സി പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ആ വെള്ളം പേടിയാണ്. അമ്മ നേരത്തെ ചാടിയിട്ട് ഞങ്ങൾ ഇവിടെ ബാക്കിയായാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ വളരും, ഞങ്ങളെ ആരും നോക്കും? അപ്പൊ അമ്മ പറയുന്നുണ്ട്, എനിക്കൊരിക്കലും എൻ്റെ മക്കളെ എടുത്ത് വെള്ളത്തിലിടാൻ കഴിയില്ല. അപ്പൊ ജെസ്സി പറയുന്ന ഒരു ഉപദേശമുണ്ട്, അമ്മേ ഈ നാട്ടിലല്ലേ നമ്മൾ ആളുകൾക്ക് അറിയുള്ളൂ, നമുക്ക് ഈ പുഴ കടന്ന് അപ്പുറത്ത് പോയാൽ അവിടെ നമ്മളാരും അറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അവിടെ എത്തേണ്ടിയിട്ടെങ്കിലും ജീവിക്കാം എന്ന് പറയുന്ന ആ ഒരു ജീവിതത്തിന്റെ സകല ആശ്രയങ്ങളും മറ്റ് മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക്, ഒരു സ്ത്രീയുടെ മുമ്പിലേക്ക് സ്വന്തം കുഞ്ഞു നൽകിയ ചെറിയൊരു വെളിച്ചത്തിന്റെ കച്ചിത്തുരുമ്പില് പിടിച്ചു കയറിയിട്ട് ആ സ്ത്രീ ആ നട്ടപ്പാതിരക്ക് സ്വന്തം വീട്ടിലേക്ക് മരിക്കാതെ, കുട്ടികളെ ജീവൻ കൊടുക്കാതെ തിരിച്ചു നടക്കുകയാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണ് മേരിയുടെ ജീവിതം. കിട്ടുന്ന ജോലികളൊക്കെ ചെയ്തു, കരാറ് പണി, പഞ്ചായത്തിന്റെ മണല് കോരല്, കല്ലും മണ്ണും കടത്തല്, സിമെന്റ് ചാക്കേറ്റല്. ഒരിക്കൽ മേരിയുടെ ഒരു ധൈര്യത്തെ കുറിച്ച് ബാബു അബ്രഹാമതി പറയുന്നുണ്ട്, ഒരിക്കൽ സിമെന്റ് ചാക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് കരാറെടുത്തു. എന്നിട്ട് ആളെയും കൂട്ടി ചെന്നപ്പോ അവിടെ നോക്കുകൂലിക്കാര് കച്ചറ ഉണ്ടാക്കിയ സമയത്ത് മേരി അവര് ചെയ്ത പോലെ തന്നെ തോർത്തുകൊണ്ട് തലി കെട്ടിയിട്ട് ഇത് എനിക്ക് ജീവിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആ പോട്ടറെ പിടിച്ചിട്ട് കുത്തിപ്പിടിക്കണ ഒരു രംഗം പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന മേരി ഒരു ഭാഗത്ത് ഈ കുട്ടികളുടെ വിശപ്പ്, അവരുടെ പഠനം തുടങ്ങിയിട്ടുള്ള സംഗതികൾ, ഒരു ഭാഗത്ത് ഈ ലോണ് എന്ന് പറയുന്ന സാധനം ശല്യപ്പെടുത്തുന്നു. ഇറങ്ങിപ്പോയ ഭർത്താവിന്റെ ഒരു വിവരമല്ല. അങ്ങനെ എന്തിനു പറയുന്നു, ഒരു വട്ടത്തില് കുട്ടിയെ കൂടില്ല എന്ന് ഉറപ്പായപ്പോ മേരി ഒരിക്കൽ ഒരു കാര്യം ചെയ്യാണ്, ഈ മക്കളെ കൊണ്ടുപോയിട്ട് തൃശ്ശൂരുള്ള ഒരു അനാഥാലയത്തിലാക്കാണ്. വളരെ ദുരിതമനുഭവിക്കുകയാണ് ആ കുട്ടികൾ അവിടെ. അതായത് കുട്ടികളുടെ കക്കൂസിന് സ്ലാബ് പോലും ഇല്ല. ഈ കുട്ടികളുടെ മലമൂത്ര വിസർജനം ചെയ്ത കുഴി ഈ ബാബു അടക്കമുള്ള ആളുകൾ 1-2 മാസം കൂടുമ്പോ ഇങ്ങനെ ചൂരൽ കൊട്ടയിൽ കോരിയിട്ട് ശരീരത്തിലൂടെയൊക്കെ ഈ മല ഇങ്ങനെ വാർന്നൊഴുകും. ഇങ്ങനെ മറ്റൊടിയിലേക്ക് കൊണ്ടുപോയി മാറ്റി ആ കുഴി വൃത്തിയാക്കുന്ന പണികളൊക്കെ ചെയ്യാണ്. ഒരിക്കൽ അമ്മ ഇത് കണ്ടുവരുന്നുണ്ട്. പക്ഷെ കണ്ടുവന്നിട്ട് ഈ അവസ്ഥയൊന്നും കണ്ടിട്ട് അവർക്ക് മക്കളെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നം. പക്ഷെ ഏതായാലും കുറച്ച് കാലം അവിടെ നിർത്തിയിട്ട് വീണ്ടും അമ്മ അവരെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ എന്താ പറയുന്നത്, ജീവിതം അങ്ങനെ മുന്നോട്ട് പോവാണ്. ബാബു അപ്പയ്ക്ക് നന്നായിട്ട് പഠിക്കും. 10ാം ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ടുണ്ട്. ഡിഗ്രിക്ക് പാസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ IAS ഉള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ പഠന ചെലവിനൊക്കെ വേണ്ടിയിട്ട് പല അരമനകളിലും അതേപോലെ തന്നെ പള്ളികളിലൊക്കെ ബാബു കയറി ഇറങ്ങുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ പ്രതിപുരുഷനാവേണ്ട ആളുകൾ സാത്താനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ചില സ്ഥലത്ത് ദൈവത്തിന്റെ പ്രതിപുരുഷനല്ല, ദൈവം തന്നെയായിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോവാണ്. ബാബു ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നു. ഡൽഹി പോയിട്ട് പഠിക്കുന്നു. അവിടുന്ന് ഫ്രാൻസിലേക്ക് ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പഠന റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടുന്നു. അവസരത്തിന് ഇന്റർവ്യൂവിന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പരസ്യം കൊടുത്ത് നിങ്ങളെ പോലെ ഒരാൾക്കല്ല, ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ബാബു പറയുന്നുണ്ട്, ആരെങ്കിലും ഒരു അവസരം തന്നാലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ വാക്കിൽ അവിടെ ഇരിക്കുന്ന സ്ത്രീ താല്പര്യം കാണിക്കുകയും അങ്ങനെ അയാളെ അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം അങ്ങനെ പറയുന്നുണ്ട്. അതിനിടയിൽ അപ്പൻ തിരിച്ചു വരുന്നുണ്ട്. അപ്പൻ തിരിച്ചു വന്നിട്ട് അതിനിടയിൽ ഒരു പെങ്ങള് കന്യാസ്ത്രീയാകാൻ പോയി. ബാബുവിന് അച്ഛൻ പട്ടത്തിന് പോകാൻ വേണ്ടി പഠിക്കുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അച്ഛൻ തിരിച്ചു വരുന്നത്. അച്ഛൻ ആകാവശനായിട്ട് അവിടെ നിലമ്പൂരോ വയനാടോ അവിടെ കടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് അപ്പന്റെ കുടുംബങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നതാ. അപ്പോ ബാബുവിന് അപ്പനെ ഒരിക്കലും ഇഷ്ടമല്ല, അയാൾ അപ്പനായിട്ട് അംഗീകരിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബാബു പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൂട്ടുകാരുടെ ഇടയിലുള്ള അവഹേളനം കേട്ടിട്ടുള്ളത് തന്തയില്ലാത്തവനാണ്. അതിന്റെ കാരണക്കാരൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയ മനുഷ്യനാണ്. ഒരു താല്പര്യമില്ല. കാരണം അവരുടെ അത്രയേറെ കഷ്ടപ്പാടുകളും കഷ്ടതയിലും ഒക്കെ കടന്നു പോകുമ്പോഴും ഈ ഒരു കൈത്താങ്ങാവാനോ എന്തിന് ഈ അപ്പനില്ലാത്തവൻ എന്നുള്ള വിളി ഇല്ലാതാക്കാൻ പോലും അപ്പന്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചുവരവോ കാര്യം ഉണ്ടായില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ആള് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വന്ന് വീണ്ടും വീട്ടിൽ കയറ്റ അമ്മ ഒരുങ്ങുമ്പോൾ അവര് പറയുന്നുണ്ട് വേണ്ട അമ്മേ. പക്ഷെ അമ്മ പറയുന്നുണ്ട്, മക്കളെ എങ്ങനെയൊക്കെ ആയാലും നിങ്ങളുടെ അപ്പനാണ്, എന്റെ ഭർത്താവാണ്, എന്തൊക്കെ ചെയ്താലും ഞാൻ അദ്ദേഹത്തെ കയറ്റും, നിങ്ങളുടെ അപ്പനാണ് അത് എന്ന് പറയാണ്. അങ്ങനെ തിരിച്ചു വരുന്നു. അസുഖമൊക്കെ മാറുന്നു. വീണ്ടും വെള്ളടി തുടങ്ങുന്നു. അതേപോലെ തന്നെ ഭാര്യയെ എടുത്ത് ഉപദ്രവിക്കുന്നു. പക്ഷെ ബാബു വീട്ടിലുള്ള ദിവസം ഇത്ര ഉപദ്രവങ്ങളില്ല. 3-4 ദിവസമൊക്കെ വീട്ടിലേക്ക് വരാതെ കുടിച്ച് അവിടെ ഇവിടെയും കിടക്കുന്നു. അങ്ങനെ എന്താ പറയുന്ന ജീവിതം പോകുന്നു. ഒരു ഭാഗത്ത് മൂത്ത പെങ്ങള് കന്യാസ്ത്രീ ആവാൻ പോകുന്നു. ഇങ്ങനെ പോയി അവസാനം ബാബു
അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ ഓരോ പടികൾ ഇങ്ങനെ കടന്ന് കയറിപ്പോകുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലെ നഴ്സ് വിളിച്ച് ബാബുവിനോട് പറയുന്നത്, അമ്മയ്ക്ക് വയറ്റിൽ 3 മുഴയുണ്ട്, ക്യാൻസറിന്റെ തുടക്കമാണ്, ബാബുവിനെ അറിയിക്കേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ബാബു അറിഞ്ഞു കഴിഞ്ഞാൽ ബാബുവിന്റെ പഠിത്തത്തിൽ ഉഴപ്പും എന്ന് പറയുന്നുണ്ട്. ഇതിനിടയിൽ ബാബു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് നാട് വിട്ടു പോകുന്നുണ്ട്. എന്നിട്ട് ഹോട്ടലിലൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട്. തിരിച്ചു ചെല്ലുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നുണ്ട്. കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിലാണ് ബാബു അന്നേ എഴുതും. അപ്പോൾ എഴുതി വെച്ചിരുന്ന നോവലും കൊണ്ട് മംഗളത്ത് കൊണ്ടുപോയി കൊടുത്ത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ അന്ന് ബാബു നടത്തുന്ന കഥയുണ്ട്. ഇതിനിടയിൽ ഒരു പോലീസുകാരൻ കാണുന്നുണ്ട് രാത്രിയിൽ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുമ്പോൾ അവിടെ വെച്ചിട്ട് ഈ എന്താ പറയാ സ്വവർഗാനുരാഗിയായിട്ടുള്ള ഒരു പോലീസുകാർ, അതിന്റെ ശല്യങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ അതിന്റെ ഇടയിൽ മറ്റു സംഗതികളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അവസാനം അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നു. ഫ്രാൻസിലുള്ള ബാബു അവിടെയുള്ള ഒരു സ്ത്രീ, അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയുടെ സഹായത്തോടെ അവിടെ തിരിച്ചു വരുന്നുണ്ട്. അമ്മ മരിക്കുന്നതിന് മുമ്പ് അപ്പന്റെ പേരിൽ എല്ലാ മാസവും എന്താ പറയുന്നത് കാശ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കരാറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അമ്മ മരിച്ചു പോകുന്നത്. അത്രയേറെ എന്താ പറയുന്നത് വലിയ ത്യാഗം സഹിച്ച ഒരു സ്ത്രീയുടെ ജീവിത കഥയാണ് യഥാർത്ഥത്തിൽ ഇതെന്ന് എനിക്ക് തോന്നുന്നു, ബാബുവിന്റെ കഥയേക്കാൾ ഏറെ. ഏതായാലും വളരെ നല്ലൊരു പുസ്തകമാണ്. അതായത് വായിച്ചു തുടങ്ങിയാൽ അവസാനം വരെ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം, അടുത്ത പേജിൽ എന്ത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പുസ്തകം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയേറെ മോട്ടിവേറ്റഡ് ആണ്, അല്ലെ മോട്ടിവേഷൻ ലഭിക്കുന്ന ഒന്നാണ് ഈ പുസ്തകം. ഇതിൽ നമുക്ക് നമ്മളുടെ മുമ്പിൽ വരുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എങ്ങനെ തരണം ചെയ്യണമെന്ന് അമ്മ ഒരിക്കൽ ബാബുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തന്റെ തലക്ക് മുകളിൽ വെള്ളം വന്നാൽ അതിന്റെ മുകളിൽ തോണിയെന്ന് നമ്മൾ പറയില്ലേ, മലവെള്ളം വരുമ്പോൾ നമ്മൾ അതിലേക്ക് എടുത്തിയാടുക, വേറെ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ കിട്ടുന്ന മരത്തടിയിൽ നമ്മൾ കയറി പിടിക്കുക, അടുത്ത മരത്തടി കിട്ടുമ്പോൾ അതിനെയും ചേർത്ത് പിടിക്കുക, പിന്നെ ഒരു മരത്തടി കിട്ടുമ്പോൾ അതിനെയും ചേർത്ത് പിടിക്കുക, എന്നിട്ട് കാട്ടുവള്ളി കൊണ്ട് അതിനെ കെട്ടിയിട്ട് ഒരു ചെങ്ങാടം ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും കരയിലേക്ക് എത്തുക, എന്നിട്ട് ആ ചെങ്ങാടത്തെ വീണ്ടും ആ മലവെള്ളത്തിലേക്ക് തന്നെ തള്ളിവിടുക. നിന്നെപ്പോലെ കര എത്താൻ പറ്റാതെ നിൽക്കുന്ന മറ്റൊരു നിസ്സഹായനായ മനുഷ്യന് ആ ചങ്ങാട് ലഭിക്കുകയും ആ ചങ്ങാടത്തിലൂടെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഈ ഭൂമിയിൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് അമ്മ ബാബുവിനെ ഉപദേശിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മനോഹരമായ ഒരു പുസ്തകമാണ്. പറ്റുന്നവരൊക്കെ വായിക്കുക. അതിന് അവതാരിക എഴുതിയിട്ടുള്ളത് ഇഷ്ടമൂർത്തിയാണ്. അതേപോലെ തന്നെ വി ഡി സതീശൻ ഈ പുസ്തകം വായിച്ചിട്ട് എഴുതിയിട്ടുള്ളത് ഇതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചങ്ക് തുളച്ചു കയറുന്ന ഭാഷയിൽ സ്വന്തം ഹൃദയരക്തം കൊണ്ട് എഴുതിയ പുസ്തകം. നിങ്ങളുടെ മക്കൾക്ക് ഈ പുസ്തകം വാങ്ങിക്കൊടുക്കണം. ഒരു പക്ഷേ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും മികച്ച സമ്മാനമാകും ഇത്. തീച്ചൂളയിൽ ഉരുക്കിയെടുത്ത അനുഭവങ്ങളുടെ കത്തുന്ന അക്ഷരങ്ങളുമായി ജീവിതം കുറിച്ച ബാബു അബ്രഹാമിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. പല അധ്യായങ്ങൾ വായിക്കുമ്പോഴും കരച്ചിൽ നിയന്ത്രിക്കാനായില്ല. വായിച്ചു തീർത്തപ്പോഴും കണ്ണീർ തോരുന്നുണ്ടായിരുന്നു. കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ, ഈ ഒരു പേര് തന്നെ ഈ ഭരണികളിലെ വെള്ളം വീഞ്ഞാക്കിയവനാണ് യേശുക്രിസ്തു. കന്യാമറിയം യേശുക്രിസ്തുവിനോട് അത് പറയുന്നത്, അതില് ആ കൽഭരണിയിൽ വീഞ്ഞുണ്ടാവും എന്ന് പറയുന്നത് തന്നെ മകനിൽ ഒരമ്മയ്ക്കുള്ള വിശ്വാസമാണ് എന്നാണ്. ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അമ്മ മകനോട് പറയുന്നുണ്ട്, നീ നമ്മളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്നുള്ളത്. അത് ആ അമ്മ മകനിൽ അർപ്പിച്ചൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ പുസ്തകത്തിന്റെ പേരും, കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. കേട്ട എല്ലാവർക്കും നന്ദി.